നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഏകദേശം ഒരു 3 ആഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ താനൂർ പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് ചിറമംഗലം എന്ന സ്ഥലത്തുള്ള ഒരു ഫാം, ഒരു മിക്സഡ് ഫാം കണ്ടിരിക്കണം. ഈ മിക്സഡ് ഫാം എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ആ ഫാമിലേക്ക് വീണ്ടും ഞാനൊന്ന് വന്നാണ്. ഇന്നൊരു 50 താറാവുമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ കൊണ്ടുവന്നതും പുതിയതുമായിട്ടുള്ള താറാവുകളാണ്. എല്ലാവരും മുട്ടപ്പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഫുൾ സെറ്റപ്പിലാണ് ഉദ്ദേശിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടത്. ഇതൊരു താറാവിന് കുളിക്കാൻ പാകത്തുള്ള ഒരു ഏകദേശം ഒരു തബൂക്ക് കനത്തിലുള്ള ഒരു ടാങ്കാണ്. നിലത്തുനിന്ന് കണ്ടില്ല, അതിൽ ഫുള്ള് വെള്ളമാണ്. വെള്ളം ശരിക്കും അവർക്ക് കുടിക്കാനും കയറാൻ പാകത്തിലുള്ള ഒരു സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതിൽ കയറി വരും. അപ്പോൾ നല്ല എനർജി ആയിട്ടുള്ള താറാവുകളാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫാം എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. നല്ലൊരു സ്വയം തൊഴിലിന് ആരൊക്കെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ എന്തായാലും ടൈപ്പ് ചെയ്തിടാം. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചിട്ട് വരാം. ഇവർക്കുള്ള ഫുഡുകളൊക്കെ തന്നെ മിക്സിങ് ഫുഡുകളായിട്ട്, പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലേ പുല്ല്, തീറ്റപ്പുല്ലുകൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഇതാക്കാൻ പോത്ത്, പശു എല്ലാത്തിനും ശരിക്ക് അരിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പുല്ലും കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുതിയ പുല്ലിൻ്റെ കണ്ടല്ലേ സ്റ്റമ്പ് നട്ടിട്ട് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആടുകൾ, അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറച്ചി ആവശ്യത്തിനുള്ള ആടുകൾ വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. വേണ്ട, രസകരമായിട്ട് നിൽക്കുന്നുണ്ട് ഇവർ. പെട്ടനാടും ഇതൊക്കെയാണ്. അപ്പോൾ അതിന് ഞാൻ ഇഷ്ടം തുറന്ന് കാണിച്ചു തരാം. നല്ല രസകരമായിട്ടുള്ളൊരു ഫാമിൻ്റെ കാഴ്ചയാണ്ടത്. നല്ല രസമുള്ള ഒരാട്, പെട്ടനാടാണ്. അപ്പോൾ ഇറച്ചി ആവശ്യത്തിന് ആളുകൾ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞേ. ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരാണ്. പറഞ്ഞ പോലെ ആടിറച്ചിക്കൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യത്തിന് വരുന്നതാണല്ലോ. ഇതിൽ അതുപോലെ തന്നെ നല്ല വേറൊരു ആടും ഉണ്ട് ഇവിടെ. ഇവിടെ ആടാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക. ആടൊക്കെ എപ്പോഴും ഉണ്ടാവണം അവിടെ. വിശാലമായിട്ട് ഏകദേശം ഒരു ഏക്കറുടെ മുകളിലേക്കുള്ള സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല പൂവൻ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ കോഴികളാണ്, നാടൻ പൂവൻ കോഴികൾ. ഇതൊക്കെ പല പല കേജുകളിലാക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ട്. ഇത് അവിടെ ആടുണ്ട്, ഇവിടെ ഉണ്ട് പല പല കേജിൽ നാടൻ പൂവൻ കോഴികൾ. ഇതിൻ്റെ ആവശ്യത്തിനും വിളിക്കാം. അദ്ദേഹത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ റേറ്റ് പറഞ്ഞു തരും. ഒരു കോഴി കുഞ്ഞുങ്ങളുണ്ട്. സ്പീഡായിട്ടാണ് ഞാനിത് എടുക്കുന്നത്, ഒരുപാട് ലോങ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കുറേ വിശേഷങ്ങളുണ്ട് ഇതിൽ. പിന്നെ അതേപോലെ ഞാൻ അന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മീനിൻ്റെ കുളം. മീൻ കുളത്തിൽ നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് വരിക. ഇത് വലിയൊരു മീൻ കുളാട്ടോ. അതിൽ നമുക്ക് മീനിനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ പറ്റുമോ നോക്കാം. മീനുകളൊക്കെ അങ്ങനെ പൊന്തി വരുന്നില്ല, തീറ്റ സമയത്താണ് വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സൈഡിലും നല്ല പുല്ലുകളുണ്ട് കേട്ടോ. ഒരുപാട് പുല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് പശു അല്ല പോത്ത്, കാള അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. പച്ചക്കറി വേസ്റ്റുകൾ ഇതൊക്കെ എന്ന് വെച്ചാൽ താറാവിനും കോഴികൾക്കൊക്കെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതൊക്കെ നമ്മൾ മെനക്കെട്ട് പോയിട്ട് എടുത്ത് വരണം. അതാണ് പറഞ്ഞാൽ അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്ക് നല്ല വിജയമാണ്. ഇതൊക്കെ അരയ്ക്കാനുള്ളൊരു മെഷീൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഇദ്ദേഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മിക്സാക്കി ഇട്ടിരിക്കുകയാണ്. പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ കൂടിയിട്ടാണ്.
അതിൻ്റെ മെഷീനാണിത്. വെറുതെ അല്ലേ. ആ മെഷീൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടറിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ മെഷീനുണ്ട്. ഇപ്പോൾ കണ്ട താറാവിനും കോഴികൾക്കും ഇതിനൊക്കെ കൊടുക്കണം. പച്ചക്കറി വേസ്റ്റൊക്കെ കൂടി മിക്സ് ആയിട്ട് അരച്ച് കൊടുത്ത് കേട്ടോ. അരച്ച് ക്ലിയറായിട്ട് അരി ഗോതമ്പൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിജയമാണ്. പക്ഷേ തീറ്റ ചിലവ് കുറവാണ്, എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ അപ്പുറത്തെ ഒരു ബാച്ചിന് ശേഷമുള്ള മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന താറാവുകൾ അത് വിശാലമായി അവർ ഓടി നടക്കുക കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ പരന്ന് നടക്കുക കേട്ടോ. 2500 താറാവുകൾ എന്തായാലും കാണണം ഈ ഭാഗത്ത് തന്നെ. അപ്പം മുട്ടയും ഇവിടെ വിൽപ്പനുണ്ട്. വേണ്ട പിന്നെ നാടൻ കോഴി ഇതേ ഇവിടെ നടക്കുന്നുണ്ട്. ഇതേ വേണ്ട ബാത്ത നടക്കുന്നു. വയമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇവിടെ കണ്ടിട്ട് ഒരുപാട് കോഴികളുണ്ട്. മുട്ടയിടുന്നതും പൂവൻ കോഴികളൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലുണ്ട് അവിടെ മുട്ടയിടാൻ കെടുക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഭാഗത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വിശാലമായി പരന്ന് കിടക്കുക കേട്ടോ. ആണ്ട അത് രസകരമായൊരു കാഴ്ച അതവിടെ. ഈ വൈക്കോലിൻ്റെ ഉള്ളിൽ നെല്ലുണ്ടാകുന്ന തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ താറാവുകൾ ഇരുന്നിട്ട്. ഇതൊക്കെ കണ്ട് ഭയങ്കര തപ്പലാണ്. തപ്പിയെടുക്കേണ്ട ഒരു രസം എന്ന് വെച്ചാൽ കണ്ട ഇവിടെ താറാവ് അവിടെ പോത്ത് കാള താറാവ് കണക്കുന്ന അതാണ് മിക്സിങ് കേട്ടോ. അപ്പോൾ ഇവർ ഈ നെല്ല് നല്ല രസമായിട്ട് തിന്നു നോക്കി അതിനുള്ളിൽ മുട്ട കിട്ടും ചെയ്യും. അതിനുള്ളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കുറേ താറാവുകൾ. ഇവിടെ നല്ല കാളക്കൂട്ടന്മാർ കേട്ടോ. പിന്നെ ആ മൂരി, അതുപോലെ പോത്ത്, മൊറാനത്തിൽ പെട്ടുള്ളതെന്ന് പറഞ്ഞത് അതൊക്കെ ഉണ്ട്. ഒരു 8 ഇതിൽ തന്നെ കിടപ്പുണ്ട്. ഇവർക്ക് ഉണ്ട്. ഇവർക്ക് തീറ്റ വൈക്കോല് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടാ നോക്കട്ടെ. അന്ന് നമ്മൾ വേറെ കുറേ കണ്ടിട്ടുണ്ട്. കുറേ കയറിപ്പോയതാണ്. അപ്പോൾ അത് അതിലുമുണ്ട്. നല്ല രസമായിട്ട് ഇവർ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കെന്തായാലും അപ്പുറത്തേക്ക് പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ഇങ്ങനെ പരന്ന് നടക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇല്ലേ തൊഴുത്തിൻ്റെ സൈഡിലേക്ക് അവിടെയൊക്കെ എല്ലായിടത്തും വിശാലമായി പരന്ന് കിടക്കാം. അപ്പോൾ പെട്ടെന്ന് ആളുകൾ മീനിനൊക്കെ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതിലുണ്ട് മീൻ കേട്ടോ. പിടിച്ചിട്ടിരിക്കുകയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യണം. എനിക്ക് കറക്റ്റ് കാണുന്നത് അതൊക്കെ കണ്ടല്ലോ. മീൻ വലിയ മീനുകളെ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓടി ചെന്നിട്ടുണ്ട് പിടിച്ച് ലൈവായിട്ട് എടുത്ത് കൊടുക്കണം. വരുന്നുണ്ടല്ലേ. ഏകദേശം ഒരു 3 കിലോനൊക്കെ വരുന്ന മീനാണ് കേട്ടോ പോകുന്നത്. 3 കിലോ 3.5 കിലോനൊക്കെ ഉള്ള മീനാവും. അതൊക്കെ നേരെ ലൈവായിട്ടാണ് പിടിച്ചു കൊടുക്കുക. താറാവിന് പിന്നെ മുട്ടയ്ക്കാണ് മെയിനായിട്ട്. ഇറച്ചി ആവശ്യത്തിനും കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒക്കെ നമുക്ക് വിളിച്ച് ചോദിക്കാം. പിന്നെ വേസ്റ്റിൻ്റെ അത് അപ്പോൾ വളമാക്കി മാറ്റാനുള്ള ബയോഗ്യാസ് എല്ലാം ഉണ്ട്. പക്ഷേ രസം എന്ന് വെച്ചാൽ താറാവുകൾ പരന്ന് ഓടി നടക്കുകയാണ്. പിന്നെ അതേപോലെ കോഴികൾ, പോത്ത് എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഫാമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പരപ്പനങ്ങാടി അടുത്ത് ചിറമംഗലം എന്നുള്ള ഒരിതുണ്ട്. റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് കയറി വന്നാൽ ഇതിൻ്റെ ഇത് കിട്ടും. എനിക്കിപ്പോൾ ഓൾറെഡി 50 താറാവും കൂടി ഏകദേശം മുട്ടപ്പുരത്തിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മുമ്പ് വിളിച്ചാണ്. അപ്പോൾ ഞാൻ വന്നാണ് താറാവും വേണ്ടിട്ടോ. മാക്സിമം എല്ലാവരും കാണണം. നല്ലൊരു വരുമാനമാണെന്നുണ്ടെങ്കിൽ ഈ ഫാമൊന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഷംസു എന്നൊരാൾ പേര്, അതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക.
ഓക്കെ, എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസകരമായിട്ട് നല്ലൊരു വരുമാനമാണ്. പിന്നെ നല്ല തെങ്ങുകളൊക്കെ ഉണ്ട്, ഫുള്ള് തെങ്ങിനൊക്കെ എന്ന് വെച്ചാൽ നല്ല കായ്ഫലം കിട്ടും. കായ്ഫലമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് തരിക. താങ്ക് യു. കൊട്ടത്തറ ഫാം ആൻഡ് നഴ്സറി പൊന്നാനി കേട്ടോ, നമ്മുടെ നഴ്സറി വരുന്നത്. ചാനലിനെ മാക്സിമം സപ്പോർട്ട് തരാം കേട്ടോ. താങ്ക് യു.